F1 മുതൽ F2 വരെയുള്ള ഫംഗ്ഷൻ കീസിൻ്റെ ഷോർട്ട് കട്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് F1 നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമുക്കിനി F2 എഡിറ്റ് ദ സെല്ല്, ഒരു സെല്ല് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് F2 യൂസ് ചെയ്യാം. നെക്സ്റ്റ് F3 പേസ്റ്റ് നെയിം റേഞ്ച്. F3 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം നെയിം മാനേജറിൽ പോയിട്ട് നമ്മൾ എന്തെല്ലാം നെയിം കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം നമുക്ക് ലിസ്റ്റ് F3യിൽ കിട്ടും. നെക്സ്റ്റ് F4 ആക്ഷൻ റിപ്പീറ്റ്. ഒരു അക്കൗണ്ടന്റ് എന്നുള്ള സെല്ലിൽ ഞാൻ യെല്ലോ കളർ കൊടുത്ത്, ഇനി നെക്സ്റ്റ് ഒരു അക്കൗണ്ടന്റ് സെല്ലിൽ അതേ സെയിം ആക്ഷൻ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ F4 പ്രസ് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് F5 ഗോ ടു. ഞാനൊരു O3 സെല്ല് കൊടുത്ത്, ഇത് ഏത് റെഫറൻസ് ആണോ കൊടുക്കുന്നത് അതിലേക്ക് കഴ്സർ പോകുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് F6 നെക്സ്റ്റ് പേജ്. നമ്മൾ F6 കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു സെലക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. നോക്കാം. F6 കണ്ടില്ലേ, ഇവിടെ ഒരു മാർക്ക് വന്നത് കണ്ടില്ലേ. ആരോസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ മാറ്റാവുന്നതാണ്. ഇനി F7 സ്പെൽ ചെക്ക്. അതായത് ഇപ്പോൾ ഞാനിവിടെ ഒരു അക്കൗണ്ടൻ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ഇതിലിപ്പോൾ അക്കൗണ്ടൻ്റ് എന്നുള്ളത് ഞാൻ ഈ ഒരു സി ഒഴിവാക്കുകയാണ്. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ F7 പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കാണിച്ചു തരും ശരിക്കുള്ള സ്പെല്ലിങ് എന്താണെന്നുള്ളത്. ഓക്കെ. ഇനി അത് നമ്മൾ ഇവിടെ ചേഞ്ച് എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ഈ ഒരു സ്പെല്ലിംഗ് ആയിട്ട് മാറും. ഓക്കെ. ഇനി നെക്സ്റ്റ് F8. നമ്മളിപ്പോൾ ഒരു സെല്ലിൽ വെച്ച് F8 നമ്മൾ പ്രസ് ചെയ്തിട്ട് ആരോ കീസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അതിൻ്റെ ആ സെലക്ഷൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് F9 കാൽക്കുലേറ്റ് ഫോർമുല ഫ്രം വർക്ക്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. നമ്മളെ ഫയൽസിൽ ഓപ്ഷൻസിൽ ഫോർമുലയിൽ ഇത് മാനുവൽ ആണെങ്കിൽ നമുക്കിവിടെ കാൽക്കുലേഷൻ എങ്ങനെ വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇപ്പോൾ ഓൾറെഡി നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്യണം, 1-2 ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മാറുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് F9 പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാറുന്നത് കാണാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ആ ഡാറ്റ തിരിച്ചു കൊണ്ടുവന്നു, പക്ഷേ ഇവിടെ മാറിയിട്ടില്ല. നമ്മൾ F9 പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാറും. ഓക്കെ. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഓട്ടോമാറ്റിക്കയിലാണ് കൊടുക്കാറ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് മാറുന്നത് കാണാം. നെക്സ്റ്റ് F10 ഒരു നമ്മുടെ ഈ മെനു ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് F10 യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ഒരു മെനു ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. നെക്സ്റ്റ് ഇനി F11 നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. വേറൊരു ഷീറ്റിലേക്ക് നമുക്ക് ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഇനി F12 ഒരു എക്സൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ F12 നമ്മൾ കൺട്രോളേഴ്സ് ഒക്കെ ചെയ്യുന്ന സെയിം യൂസേജ് തന്നെയാണ് F12നും വരുന്നത്. ഇത്രയാണ് F1 മുതൽ F2 വരെയുള്ള നമ്മളെ ഫംഗ്ഷൻ കീസിൻ്റെ ഷോർട്ട് കട്ട്സ്.